ഹലോ ഗൈസ്. സോ ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അറിയുന്ന പോലെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വർക്കല ബീച്ചിലേക്കാണ്. അപ്പം ഞാനൊരു ട്രിവാൻഡ്രംകാരാണ്. സോ എൻ്റെ അടുത്തായിട്ടുള്ളത് വർക്കല ബീച്ചുണ്ട്. അങ്ങനെ അവിടെ തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയുണ്ട്, വൈഫുണ്ട്, ഞാനുണ്ട്, ചേച്ചിയുടെ കുഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ വഴിയാണ് പോകുന്നത്. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും എല്ലാം കണ്ട് പോവാം. അപ്പം ഇന്നൊരു ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇന്ന് പോവാമെന്ന് കരുതി ഇറങ്ങിയത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലാണ് ഞാൻ പഠിച്ചതെല്ലാം ആറ്റിങ്ങലാണ്. ഞാൻ അവിടെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ, നല്ല ഓർമ്മകളുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്. പഠിക്കുന്ന സമയത്ത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് നല്ലൊരു ഓർമ്മയാണ്. എല്ലാവരും വന്ന് കൂടുന്നതും എല്ലാവരെയും കാണാൻ പറ്റുന്നതും എല്ലാം നല്ലൊരു സ്ഥലമായിരുന്നു അത്. നല്ല തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ നല്ലൊരു തിരക്കാണ്. ആ കാണുന്നതാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉണ്ട്, അത് കുറച്ച് അപ്പുറത്താണ്. ഇതെന്ന് പറയുന്ന വല സൈഡ് കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണത്. നേരത്തെ നമ്മൾ കൊല്ലമ്പുഴ എത്താറായി. ഇതാണ് ആറ്റിങ്ങൽ ഹൈവേ. ആറ്റിങ്ങൽ ഹൈവേ ഇതുവഴിയാണ് പോകുന്നത്. കൊല്ലമ്പുഴ ആ ഒരു ഭാഗത്തൂടെയാണ് ആറ്റിങ്ങൽ ഹൈവേ പോകുന്നത്. ആറ്റിങ്ങൽ ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഹൈവേ റോഡ് പോകുന്നത് ഇതുവഴിയാണ്. 4 വരി പാതയായിട്ട് പോകുന്നത് ഇതുവഴിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നതാണ് കൊല്ലമ്പുഴ പാലം. ഇത് പഴയൊരു പാലമാണ്, നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് കൊല്ലമ്പുഴ പാലം. ലെഫ്റ്റ് സൈഡ് പാർക്കും കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. പുഴയോട് ചേർന്ന് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുണ്ടോയെന്ന് അറിയില്ല. കാണുന്നതാണ് കൊല്ലമ്പുഴ. നല്ലൊരു പണ്ട് ഇവിടെയൊക്കെ വരുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അവിടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വരുമായിരുന്നു. നമ്മളിപ്പോൾ വർക്കല എത്തിയിട്ടുണ്ട്. വർക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ കൂടെ പോകുന്ന പാലം റെയിൽവേ പാലമാണത്, റെയിൽവേ ബ്രിഡ്ജാണത്. അതുവഴിയാണ് ട്രെയിനൊക്കെ പോകുന്നത് വഴിയാണ്. നേരെ നമ്മൾ ചെന്ന് കയറുന്നതാണ് വർക്കല. അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളത് ഒരു ചെറിയ ബസ് സ്റ്റോപ്പുണ്ട്, പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇവിടെ നല്ല ഓർമ്മകൾ. ഞാൻ കോളേജ് പഠിച്ചത് വർക്കലയാണ്, അതുകൊണ്ട് ഇവിടെ നല്ല നല്ല ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണ് വർക്കലയും. ഇതുവഴിയാണ് ബസ്സെല്ലാം ഇതുവഴിയാണ് വന്ന് പോകുന്നത്. ആ റൈറ്റ് സൈഡിലാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതൊക്കെ റൈറ്റ് സൈഡിലാണ്. നമ്മൾ പോകേണ്ട സ്ട്രെയിറ്റ് ആണ്, വർക്കല ക്ലിഫിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണ് നമുക്ക് പോവേണ്ടത്. ഞായറാഴ്ചയും കൂടിയാണ്, നല്ല തിരക്കായിരിക്കും.
എന്തായാലും പോയി നോക്കാം. ക്ലിഫിലേക്ക് എത്താറായിട്ടുണ്ട്. ആ കാണുന്നതാണ് വർക്കല ക്ഷേത്രം. വർക്കല ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ ഒരു കുളം, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കുളവും ഉണ്ട്. ചെറിയ കുളമല്ല, ഇത്തിരി വലിയ കുളം തന്നെയാണത്. നല്ലൊരു ക്ഷേത്രമാണത്. വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറി തൊഴുതിട്ടൊക്കെ പോവുക, നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ കയറുന്നതാണ് ക്ലിഫിലേക്കുള്ള റോഡാണത്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ക്ലിഫിലേക്കാണ്. ആ കാണുന്ന ചെറിയൊരു ബെൻഡ് പോലെ എന്നുവെച്ചാൽ ഒരു എയർപിൻ വളവ് പോലെ ഒരു ചെറിയൊരു വളവുണ്ട് ഇവിടെ. ഈ വളവെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കയറി ഒരു മലയുടെ മുകളിലേക്ക് കയറുന്ന പോലെ കയറിപ്പോകണം. അതുകൊണ്ട് ഇതാണ് എയർപിൻ വളവാണ്. അത്ര ഒരു വലിയ വളവല്ല, എന്നാലും ചെറിയൊരു വളവ് പോലെ അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണത്. ഒരു രക്ഷയില്ല കാശ്, അവിടെ കയറ്റി വിട്ടില്ല. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക്. വൺ സൈഡ് പോലീസ് അടച്ചു വെച്ചേക്കും, അങ്ങോട്ട് വണ്ടി പോലും വിടുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അതിനടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. അത് ബ്ലാക്ക് ബീച്ച്, തിരുവമ്പാടി അങ്ങനെയൊക്കെ പറയുന്നൊരു ബീച്ചുണ്ട്. അങ്ങോട്ട് പോകാം. മുമ്പ് നമ്മൾ ഒരു 2-3 മാസം മുന്നേ പോയപ്പോൾ അവിടെ ഇറക്കിയായിരുന്നു. അവിടെ ഇറങ്ങാൻ പറ്റും. അടുത്ത് തന്നെ ക്ലിഫ്, അവിടെ നിന്ന് കാണാനൊക്കെ പറ്റും നമുക്ക്. അതുവഴി നമുക്ക് നടന്ന് ക്ലിഫിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്തായാലും അവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിച്ച് പോവാം. അത് നല്ല, അവിടെ അക്വേറിയവും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അക്വേറിയം കുഴപ്പമില്ല, എന്തോ 5-10 എന്തോ ആണെന്നുണ്ട് ഒരാൾക്ക്, അല്ല ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് തോന്നുന്നു. നല്ലതാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പോവാം. ഏതായാലും നമുക്കൊന്ന് ബീച്ചിലേക്കൊന്ന് പോയി നോക്കാം. ഇറങ്ങാൻ പറ്റിയാൽ ഇറങ്ങാം, നോക്കാം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ചിലേക്ക് നടന്ന് പോവുകയാണ്. നമ്മൾ വണ്ടി കുറച്ച് മുകളിലേക്ക് തന്നെ, കുറച്ച് മേലോട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ വളയ്ക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് കുറച്ച് മുകളിലോട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്തു. എന്തായാലും പോയി നോക്കാം. ചേച്ചിയുടെ കുഞ്ഞുള്ളതുകൊണ്ടാണ് അവന് ബീച്ചിൽ പോകണം എന്നുള്ളൊരു ഇതിലാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. കണ്ടേ, ഇവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ ഉണ്ട്, വണ്ടിയെല്ലാം ഉണ്ട്. എന്തായാലും പോയി നോക്കാം. ഇവിടെ നല്ല നല്ല ബീച്ചാണ്. ഇവിടെ അത്യാവശ്യം കാണാനും ഇറങ്ങാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു ബീച്ച് തന്നെയാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടെയും വരിക. മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ബീച്ചുണ്ടെന്ന് അധികം ആർക്കും അറിയത്തില്ലായിരുന്നു മുമ്പൊന്നും. ആ സമയത്തൊക്കെ നല്ല ഒരു വ്യൂ പോയിൻ്റൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ ആരും തിരക്കധികം ഉണ്ടാവത്തില്ല. അപ്പം ഇവിടെയും ഇറക്കത്തില്ല. അവിടെ മുമ്പ് നമ്മൾ ഇറങ്ങിയത് അതുവഴിയായിരുന്നു. അവിടെ അടച്ചു. അത് ഇപ്പം എന്തോ
കടൽ കയറി വന്നേക്കുന്നതുകൊണ്ട് ഇറക്കത്തില്ല, അവിടെ അടച്ചേക്കുക. ഇനിയിപ്പം നമുക്ക് കാപ്പിൽ പോവാം. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കാപ്പിൽ ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി കാപ്പിൽ ബീച്ചിലേക്ക് പോവുകയാണ്. എന്തായാലും ഇറങ്ങാനൊക്കെ പറ്റും. അവിടെ ഒരുപാട് നല്ല നല്ല വലിയ ബീച്ചാണത്, കുറച്ചും കൂടി വലിയൊരു ബീച്ചാണത്. അവിടെ ഇറങ്ങാൻ പറ്റും. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചയുണ്ട്. ഒന്ന്, റോഡിന് ഒരു സൈഡ് കായലും മറു സൈഡ് കടലുമാണ്. അതവിടെ ഒരു പള്ളിയാണിത്, അത്യാവശ്യം നല്ലൊരു പള്ളി തന്നെ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. ആ കാണുന്നതാണ് കാപ്പിൽ ബീച്ച്. ഇതുവഴിയും ആളുകൾ പോകുന്നുണ്ട്, വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഇതുവഴിയും പോവാം. പക്ഷേ കുറച്ചും കൂടി നല്ലത് ആ കായലും ബീച്ചും കൂടി ഉള്ളൊരു സ്ഥലത്ത് പോകുമ്പോഴാണ്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. ബീച്ചിലേക്ക് എത്തി. ഈ റൈറ്റ് സൈഡ് കാണുന്നത് ബോട്ടിംഗ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോട്ടിങ്ങിനൊക്കെ പോവാം കായലിൽ. നമുക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കായലിലൂടെ ഒരു ബോട്ടിങ്. ആ കാണുന്നതാണ് ബീച്ച്. ഇതൊരു പാലമാണ്. പാലം കയറി ഇങ്ങനെ വരുന്നത് ബീച്ചിലേക്കാണ്. ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നത് കാപ്പിൽ ബീച്ചും, റൈറ്റ് സൈഡിലാണ് അതിൻ്റെ കാപ്പിൽ കായലും ഉണ്ട്. അവിടെ നല്ലൊരു കാഴ്ചയാണത്. കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ നല്ല പറ്റിയൊരു ഏരിയ ആണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാരും എല്ലാവരും നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഞായറാഴ്ച ആയതുകൊണ്ടാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും തിരക്കുണ്ടാവും. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്കുണ്ട്. അങ്ങ് ലാസ്റ്റ് വരെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പോവാം. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കഴിക്കാനും അങ്ങനെ എല്ലാത്തിനുമായിട്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. റോഡ് സൈഡ് നല്ല മനോഹരമായ ബീച്ചും നല്ലൊരു സ്ഥലം തന്നെയാണ് കാണാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കാപ്പിൽ ബീച്ചിൽ എത്തി. നല്ല തിരക്കുണ്ട്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട.
അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനിയും വരും, നൈറ്റായാലും ആളുകൾ വന്നുകൊണ്ടിരിക്കും. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും കർണാടക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രജിസ്ട്രേഷൻ വണ്ടികൾ കണ്ടായിരുന്നു. അത്യാവശ്യം വലിയ വണ്ടികളും അങ്ങനെ പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. നല്ലൊരു ഫൈനലി നമ്മൾ ബീച്ചിലിറങ്ങി, എല്ലാവരും ഹാപ്പിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അറിയാം ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ്, ക്ഷമിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിൻ്റെ മിസ്റ്റേക്കൊക്കെ നമുക്ക് ശരിയാക്കാം. താങ്ക് യു.